ഹലോ ഗായ്സ്, അപ്പോൾ ഇതേ നമ്മളുള്ളത് ആശ്രാമത്താണ് കേട്ടോ. ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നതെന്ന് കുറേ നാളുകൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ ദേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ദേ ഇവിടെ കുറേ ലൈറ്റ് സെറ്റിങ്ങും DJ ഒക്കെയാണ് കേട്ടോ നടക്കുന്നത്. അതേപോലെ തന്നെ വാട്ടർഫോൾസും ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആ വാട്ടർഫോൾസിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണ് വാട്ടർഫോൾസിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് സാധാരണ അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാട്ടർഫോൾസിൽ ഡയറക്റ്റ് കയറി നിൽക്കുന്ന കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെന്നി താഴോട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ ഈ വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഇത് കുറേ കിളികൾ കേട്ടോ. മനോഹരമായിട്ടുള്ള കുറേ കിളികളെ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഫെസ്റ്റിവലിന് പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു കിളികൾ കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ടിൽ കൂടെയും സൈഡിൽ കൂടെ എല്ലാം പറന്ന് പോകും. അതേപോലെ തന്നെ ഇങ്ങനെ തുറന്നിട്ടേക്കാണ്, രണ്ട് സൈഡ് ക്ലോസ് ചെയ്തിട്ട് ഫുള്ള് തുറന്നിട്ടേക്കുന്ന കിളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം. നമ്മളില്ല കൂട്ടിനകത്ത് കയറി നമ്മൾ നിൽക്കത്തില്ലേ, നമുക്ക് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു ഫീലും നമുക്ക് തൊടിയെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പാമ്പിനെയൊക്കെ നമുക്ക് തൊടാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഇതേ പാമ്പ് 3-4 ഐറ്റം പാമ്പുണ്ട്. അപ്പം നമുക്ക് ഇതിന് നമ്മുടെ പുറത്തൂടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഓരോന്നിനും 100 രൂപ വെച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയതേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാമ്പിന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുന്നത്. കാരണം എനിക്ക് നല്ല പേടിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ പാമ്പെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കി. പിന്നെ ഈ കൂട്ടിനകത്തൊക്കെ കിടക്കുന്ന വേറെ വെള്ളപ്പാമ്പും അതേപോലെ തന്നെ വേറെ ഏതൊക്കെയോ സൈസ് പാമ്പാണ് കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആകെ ഈ പാമ്പിനെ ജസ്റ്റ് തൊട്ടതേ ഉള്ളൂ. ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി പുറത്തൂടെ ഇടുന്ന അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഞ്ചവർണ്ണ കിളി എന്നൊക്കെ പറയുന്ന കിളി, ആ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിളിയും ഉണ്ട് കേട്ടോ. നിൽക്കുന്ന ആ കിളിയാണ് എല്ലാവരും മേടിച്ച് തലയിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ വെച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കൊള്ളാം കേട്ടോ. അപ്പം എല്ലാത്തിനും എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അവർ ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ കയ്യിലും ഒക്കെ വെച്ചിരും. അത് ഓൾറെഡി കയ്യിലിരിക്കും കേട്ടോ. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കിളിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല തിരക്കുണ്ട്. താണ്ടേ പാമ്പ് ചുരുട്ടി കിടക്കുന്ന കണ്ടില്ലേ ഗൈസ്. ഇതാണ്ട് ആ കിളിയല്ല, ഇത് വൈറ്റ് വേറൊരു കിളിയാണ് കേട്ടോ. നമ്മളെ പഞ്ചവർണ്ണ കിളി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കിളി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ബേർഡ് ഏതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ അറിയാവുന്നവർ കമൻറ്റ് ഇടുക. അപ്പോൾ പാമ്പിനെയും കൊണ്ട് നിൽക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ്. ഞാൻ കുറേ നേരം കൊണ്ട് ഈ പാമ്പ് തിരിച്ച് കൊത്തുവോ എന്തുവാ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അപ്പം എല്ലാവരും ഇതേപോലെ ഈ സൂവിലൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട്, ഞാൻ സൂവിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഇവിടെ വന്നപ്പോഴാണ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചവർണ്ണ കിളി ഇതാണ് കേട്ടോ, നമ്മൾ ആ സിനിമയിൽ കാണുന്ന പഞ്ചവർണ്ണ കിളി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയിലിരിപ്പുണ്ട് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിളികളെയും അതേപോലെ തന്നെ ഇങ്ങനെ ബേർഡ്സിനെയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വരിക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫെസ്റ്റ് ടിക്കറ്റിന് 200 രൂപയാണ് കേട്ടോ. അതിന് പക്ഷേ കൊള്ളാം. നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും അതേപോലെ തന്നെ ആനിമൽസിനെ അതേപോലെ തന്നെ കുറേ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഇവിടെ കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ നേരം നിന്ന കേട്ടോ ഈ കിളികളെയൊക്കെ നോക്കിയിട്ട്. കാരണം ഇത് പറക്കുന്ന കാണാനും ഇരിക്കുന്ന കാണാനും ഒക്കെ നല്ല രസമാണ്. നമ്മൾ അടുത്തുകൂടി ഇങ്ങനെ ഓടും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ അത് കൊത്തിയൊക്കെ തരും. നല്ല രസമാണ് കേട്ടോ. ഇത് പല കളറിൽ ചെടികളിനകത്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് കിളികൾ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ്. കൂടൊക്കെ കൂട്ടിയിട്ട് നമുക്കിങ്ങനെ ഓരോരുത്തരും ഓരോ സെക്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കിട്ടുന്ന സെക്ഷനിലൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ അധികം അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും, നമുക്ക് ഇതിൻ്റെ മുമ്പിലൊക്കെ ഇന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഞാൻ പിന്നെ അധികം അങ്ങനെ നിന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഇനി എന്തുവാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു കിളികളുടെയും ഇതും അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ ഷോ പോലെയാണ് കേട്ടോ. ചെറിയ സൺഫ്ലവറും അതേപോലെ തന്നെ കുറേ ഫ്ലവേഴ്സ് പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ള. പ്രത്യേകിച്ച് അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഒരു നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ദേ ഈ ഒരു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവറിൻ്റെ അടുത്തൊക്കെ ഇരുന്നിങ്ങനെ ഈ വണ്ടിൻ്റെ അടുത്തും അവിടെയൊക്കെ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല, ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഒരു വെള്ളത്തിനകത്ത് കിടന്നിട്ടുള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ. സ്വിമ്മിങ് ആണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ചെറുക്കനും വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു മത്സ്യകന്യക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ മത്സ്യകന്യകയെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് കാണുക. കാരണം നമുക്ക് മത്സ്യകന്യകയൊക്കെ ഞാൻ പത്രത്തിനകത്തും അതേപോലെ തന്നെ വീഡിയോസിനകത്തും ഒക്കെ കണ്ടിട്ടുള്ളൂ. ഒറിജിനലൊന്നും അല്ലേ, അല്ലാതെ നമുക്ക് കാണാൻ പറ്റിയ ഒരു മത്സ്യകന്യകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. അപ്പം അതേ ചെറുക്കൻ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാനുള്ള ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അങ്ങോട്ട് പോവാം. ഇപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ മത്സ്യകന്യകയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മത്സ്യകന്യകയെ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും മത്സ്യകന്യകയെ കാണാനായിട്ട് വെയിറ്റിംഗ് ആയിരിക്കും. അപ്പം നമ്മുടെ മത്സ്യകന്യക ദേ ഇപ്പുറത്തെ സൈഡിലായിട്ടുണ്ട്. ഇതാണ് കേട്ടോ അടുത്തത് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ച, മത്സ്യകന്യക. ഞാൻ കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു റിലാക്സേഷൻ പോലെയായിരുന്നു ഈ ഒരു സ്വിമ്മിങ് കണ്ടപ്പോൾ. മറ്റേത് അത്ര എഫക്റ്റീവ് അല്ലായിരുന്നെങ്കിലും ഈ ഒരു മത്സ്യകന്യകയുടെ ഈ ഒരു സ്വിമ്മിങ് കാണാൻ തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ്ടേ, ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ മത്സ്യകന്യക. അപ്പം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കാണാൻ. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ മത്സ്യകന്യകയ്ക്ക്. കാരണം നല്ല രസമുണ്ട്. ഞാൻ കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്വിമ്മ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭംഗി. അപ്പോൾ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെയും ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ ഓരോ ടൈമിൽ ഓരോരുത്തരാണ് കേട്ടോ. ഇതിപ്പോൾ ഹാഫ് ടൈം ഓരോരുത്തർക്കാണ് ചാൻസ്. അപ്പോൾ ഓരോരുത്തരായിട്ട് മാറി 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 വെള്ളത്തിൽ സ്വിമ്മിങ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇവരാണെന്നുണ്ടെങ്കിൽ വേറൊരു ടൈമിൽ വേറൊരു പെണ്ണായിരിക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മത്സ്യകന്യകയെ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മത്സ്യകന്യകയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ഫെസ്റ്റിന് പോകുമ്പോൾ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ മസാജർ കേട്ടോ, നമ്മളെ ബോഡി മസാജ് ചെയ്യുന്ന സാധനം. അതേപോലെ തന്നെ ചപ്പാത്തി മേക്കറല്ല, ചപ്പാത്തി ചുട്ടെടുക്കുന്ന സംഭവം കേട്ടോ. ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പം ഞാൻ ഫെസ്റ്റിന് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചപ്പാത്തി ചുടുന്നൊരു സാധനം കാണാറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞാനിത് മേടിച്ചിട്ടില്ല. പക്ഷെ കൊള്ളാം കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നോക്കി. ചപ്പാത്തിയൊക്കെ നല്ല ചൂടോടെ ചുട്ട് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 1500 എങ്ങാണ്ടാവും തോന്നുന്നു. പക്ഷേങ്കിൽ ഇത് സംഭവം കൊള്ളാം. നമ്മൾ ചപ്പാത്തി ചൂടുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ തീയുടെ മുന്നിൽ നിന്നിങ്ങനെ ചുട്ടി ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാൾ ബെറ്ററാണ് കേട്ടോ ഇത് ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഈ ചപ്പാത്തി ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണാൻ കാഴ്ച. പിന്നെ നമ്മൾ തടി ഐറ്റംസ് കേട്ടോ. ഞാൻ ഈ ഊഞ്ഞാലിലൊക്കെ കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാധാ ഫെസ്റ്റിവണൊക്കെ തന്നെ ബുക്സ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം എന്താണ്ടേ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെരുപ്പ്, വെസ്റ്റേൺ ചെരുപ്പുണ്ട്. പിന്നെ നമ്മുടെ ഹെർബൽസ് എന്ന് വെച്ചാൽ മുഖത്ത് തേക്കാനുള്ളതും ഡാൻഡ്രഫിൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ കേട്ടോ. ഞാൻ കയ്യിൽ കുറച്ചെടുത്ത് എന്തോ ഒരു സംഭവമൊക്കെ അവർക്ക് കൈ തേച്ചിട്ട് കൈ വെളുക്കുന്നതാണ്, അല്ലെങ്കിൽ ടാൻ മാറുന്ന കാണാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദത്തിൻ്റെ ഒരു സോപ്പാണ് കേട്ടോ തേച്ചിട്ടത് തുടയ്ക്കുന്നതാണ്. അപ്പം മണപ്പിച്ച് നോക്കിയപ്പം അത്യാവശ്യം നല്ല മണവും ഉണ്ട്. നമ്മുടെ ആയുർവേദം എങ്ങനെയാണോ ആ ഒരു മണമൊക്കെ ഉണ്ട്. അത് തുടയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലെ ടാൻ കുറച്ചൊക്കെ ഒന്ന് മാറും. നമ്മുടെ മറ്റേ കൈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ തുടയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് മാറി കിട്ടും. അങ്ങനത്തുള്ളൊരു സോപ്പും സ്ക്രബ്ബർ അങ്ങനത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിക്സ് എല്ലാം ആയുർവേദത്തിൻ്റെ ഐറ്റംസ്. പിന്നെ നെക്സ്റ്റ് ഞാൻ ബാക്കി എല്ലാ ഫുഡിൻ്റെയും അച്ചാറിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കറങ്ങുന്ന ഈ ഒരു സംഭവം കേട്ടോ. എനിക്ക് എന്ത് പേരെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഫെസ്റ്റിന് വരുമ്പോൾ എനിക്ക് ഇതിനകത്തൊന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ഈ ഒരു ഫെസ്റ്റിന് ഈ ഒരു റൈഡിന് കയറണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ റൈഡിന് കയറിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് കമ്പനിക്കായിട്ടൊരു
ചെറുക്കനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു കേട്ടോ ഒരു ഇതിലിരുന്നത്. അപ്പം ബാക്കി എല്ലാവരും ദാണ്ട പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇത് റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പേടിയാവുമോ എന്തോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സാധാരണ എല്ലാ റൈഡിൽ കയറുമ്പോഴും പേടിച്ച് സൈഡിലങ്ങനെ ഇരുന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കയറി റൈഡ് തുടങ്ങിയപ്പോഴത്തേക്കാണ്